ലൈവ് വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് വിജയകൃഷ്ണ ജ്വല്ലറി പുനലൂർ, പവിത്രം ജ്വല്ലറി പുനലൂർ, പാലിത്ര ഫാഷൻ ജ്വല്ലറി പുനലൂർ, തോട്ടുകടവിൽ പുനലൂർ, ജോസ് ടെക്സ്റ്റൈൽസ് പുനലൂർ. ദേവ സ്റ്റാർ ഹോംസ് കെട്ടിട നിർമ്മാണം സ്വപ്ന സമാനമാക്കുവാൻ ദേവ സ്റ്റാർ ഹോംസിൽ വശ്യചാരുതയാർന്ന വർണ്ണവിസ്മയം ഒരുക്കിയിരിക്കുന്നു. മോഡുലാർ കിച്ചൺ, പ്ലംബിംഗ്, ടൈൽസ്, സാനിറ്ററി, പെയിന്റ്, ഫർണിച്ചർ, ഗ്രാനൈറ്റ്, സിമെന്റ്, CP ഫാൻസി ഐറ്റംസ്. ദേവ സ്റ്റാർ ഹോംസ് പുനലൂർ. ആയുശ്രീ ആയുർവേദ ഹോസ്പിറ്റൽ ആൻഡ് പഞ്ചകർമ്മ കോളേജ്. സോറിയാസിസ്, എക്സിമ, മറ്റ് അലർജി രോഗങ്ങൾ എന്നിവയ്ക്ക് ഫലപ്രദമായ ചികിത്സ. 2 മാസത്തിന് മുമ്പാണ് ഈ സോറിയാസിസ് അന്ന് അറിയുന്നത്. 6 മാസത്തിന് മുമ്പേ ഇത് തുടങ്ങിയിട്ടുണ്ട്, പക്ഷെ അറിഞ്ഞുകൂടായിരുന്നു. അങ്ങനെ ഇംഗ്ലീഷ് മരുന്ന് ചെയ്ത് ഗൾഫിലായിരുന്നു. ഗൾഫിൽ വെച്ച് അവിടെ ആൽനൂർ ഹോസ്പിറ്റലിൽ പോയി ഇഞ്ചക്ഷനും ഗുളികയും മരുന്നും ക്രീമും അതും ഇതെല്ലാം 19,000 രൂപ അങ്ങനെ അവിടെ അങ്ങ് ചിലവായി. ശരീരം മൊത്തം പൊങ്ങി പൊറുപുറത്ത് നാശമായി, നീരും കൊണ്ട് കിടക്കാനും വയ്യ, ആന്തരഭാഗം മൊത്തം കയറി വീർത്ത്. അങ്ങനെ ഇരിക്കുമ്പോൾ പാലക്കാട്ടുകാർ നേഴ്സ് പറഞ്ഞ സോറിയാസിൻ്റെ ആണ്. അങ്ങനെ പെട്ടെന്ന് കയറി വന്നാണ് ഈ ഡോക്ടറെ കണ്ട് ഇപ്പം 45 ദിവസം കൊണ്ട് പരിപൂർണ്ണ സുഖമായി. ആയുശ്രീ ആയുർവേദ ഹോസ്പിറ്റൽ ആൻഡ് പഞ്ചകർമ്മ കോളേജ്, വ്യാപാര ഭവൻ, ടൗൺ മുസ്ലിം പള്ളിക്ക് സമീപം, പത്തനാപുരം. ഫോൺ 0475-235-4777. KCB ഓഫീസിന് സമീപം, ഷാലിമാർ ബിൽഡിംഗ്, കരുനാഗപ്പള്ളി. ഫോൺ 8086837777. ഇന്ത്യയിലും വിദേശത്തും ധാരാളം തൊഴിലവസരങ്ങളുള്ള ആയുർവേദ പഞ്ചകർമ്മ നഴ്സിംഗ് കോഴ്സിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ആയുശ്രീ ആയുർവേദ ഹോസ്പിറ്റൽ ആൻഡ് പഞ്ചകർമ്മ കോളേജ്. ആയുശ്രീയുടെ ശാഖകൾ പത്തനാപുരത്തും കരുനാഗപ്പള്ളിയിലും മാത്രം. അനുകരണങ്ങളിൽ വഞ്ചിതരാകാതിരിക്കൂ. സുവർണാവസരം. BIS ഹോൾമാർക്ക് ആഭരണങ്ങൾ ഏറ്റവും ആദായകരമായി സ്വന്തമാക്കാൻ സുവർണാവസരം. പുനലൂർ ഇടിമണിക്കൽ ജ്വല്ലറിയിൽ ഗ്രാമിന് 100 രൂപ വിലക്കുറവ് നൽകുന്നു. ഏറ്റവും ഫാഷനബിൾ ആഭരണങ്ങൾ അണിഞ്ഞ് മിന്നിത്തിളങ്ങാൻ സുവർണാവസരം. കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ വില വ്യത്യാസമില്ലാതെ ഗോൾഡ് എക്സ്ചേഞ്ച് ഓഫറിലൂടെ ഇടിമണിക്കൽ ജ്വല്ലറിയുടെ BIS 916 ഹോൾമാർക്ക് സ്വർണവുമായി മാറ്റി വാങ്ങാം. പുനലൂർ ഇടിമണിക്കൽ ജ്വല്ലറിയിൽ ഗ്രാമിന് 100 രൂപ വിലക്കുറവ് നൽകുന്നു. ഈ ഓഫർ മെയ് 15 വരെ മാത്രം. ഏവർക്കും സ്വാഗതം. സ്വർണം വാങ്ങുന്നെങ്കിൽ ഇടിമണിക്കൽ സ്വർണം തന്നെ വാങ്ങൂ, അതാ ബുദ്ധി. ഇടിമണിക്കൽ ഫാഷൻ ജ്വല്ലറി, പുനലൂർ, ചങ്ങനാശ്ശേരി, കാഞ്ഞിരപ്പള്ളി, മുണ്ടക്കയം, മുക്കൂട്ടുതറ, ചിറ്റാർ, റാന്നി. സത്യം, സത്യമാണ് ഗുരു. ഗുരുവാണീശ്വരൻ. മതമൈത്രിയുടെ നാട്ടിൽ കഥകളിക്ക് ജന്മമേകിയ കൊട്ടാരക്കര തമ്പുരാന്റെ നാട്ടിൽ വിജയശതമാനത്തിൽ കൊല്ലം ജില്ലയിൽ തുടർച്ചയായി 1ാം സ്ഥാനം നിലനിർത്തിക്കൊണ്ട് ഉന്നത നിലവാരം പുലർത്തുന്ന ഒരു കൊമേഴ്സ് ഗ്രൂപ്പ് സ്ഥാപനം. എ ഫസ്റ്റ് ഗ്രേഡ് കോളേജ് ഫോർ കൊമേഴ്സ് ക്ലാസസ്. PG കോളേജ്, ഗോവിന്ദമംഗലം റോഡ്, നിയർ ST കോളേജ്, പുലമൺ, കൊട്ടാരക്കര. ഫോൺ 9847012426. Classes +1, +2, Commerce Tuition, BCom Tax Cooperation, MCom, BBA, MBA, CMA. വിജയശതമാനത്തിൽ കൊല്ലം ജില്ലയിൽ നമ്പർ 1. പരീക്ഷകൾ സർവകലാശാല നേരിട്ട് നടത്തുന്നു. ഡിഗ്രി പഠനത്തോടൊപ്പം ബാങ്ക് ജോലിക്കും PSC UPSC പരീക്ഷയ്ക്കും പരിശീലനം. പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പും മറ്റാനുകൂല്യങ്ങളും. സർവകലാശാല നിശ്ചയിച്ചിട്ടുള്ള യോഗ്യതയുള്ള അധ്യാപകർ. വിശാലമായ ലൈബ്രറി സൗകര്യം. തികഞ്ഞ അച്ചടക്കം. ഉന്നത തൊഴിലധിഷ്ഠിത അധ്യാപനം. സമയാധിഷ്ഠിതമായ പരീക്ഷകൾ. PTA മീറ്റിംഗ്. നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഉറപ്പേകുവാൻ ഞങ്ങളുടെ സഹോദര സ്ഥാപനം PG PSC കോച്ചിംഗ് സെന്റർ. ക്ലാസസ് PSC എക്സാം, ടാലി, കോഓപ്പറേറ്റീവ് ബാങ്ക് കോച്ചിംഗ്, BCom, MCom, ടാലി, PSC, PG കോളേജ്, ഗോവിന്ദമംഗലം റോഡ്, നിയർ ST കോളേജ്, പുലമൺ, കൊട്ടാരക്കര. ഫോൺ 9847012426. വസ്ത്രവൈവിധ്യത്തിന്റെ പുതുപുത്തൻ കളക്ഷനുമായി 14,000 സ്ക്വയർ ഫീറ്റിലേക്ക് പുനലൂർ രാധാസിന്റെ നവീകരിച്ച ഷോറൂം. DH ഓട്ടോ, MCR, സീറോ, ലൂയിസ് ഫിലിപ്പ്, പീറ്റർ ഇംഗ്ലണ്ട്, വാൻ ഹുസൈൻ തുടങ്ങി എല്ലാവിധ ബ്രാൻഡഡ് മെൻസ് വെയറുകളുടെയും വിപുലമായ ശേഖരം. ചുരിദാറുകൾ, ലാച്ച, ഗൗണുകൾ, കിഡ്സ് വെയർ എന്നിവയ്ക്കായി വിശാലമായ പുതിയ ഷോറൂം. വൈവിധ്യമാർന്ന ദുപ്പട്ടകൾക്കായി പ്രത്യേക വിഭാഗം. വിവാഹ പാർട്ടികൾക്കായി പുതുപുത്തൻ കളക്ഷനും പ്രത്യേക സെക്ഷനും.
നിങ്ങളുടെ വസ്ത്ര സങ്കല്പങ്ങൾക്ക് പൂർണ്ണത നൽകുവാൻ പുനലൂർ രാധാസ്, ചൗക്ക് റോഡ്, പുനലൂർ. ഫോൺ 0475 222 8650. നമസ്കാരം, ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ സുരേഷ് കുമാർ. പ്രധാന വാർത്തകൾ. പോലീസ് സ്റ്റേഷനുകളിൽ സബ് ഇൻസ്പെക്ടർമാർ ഇനി സബ് മാത്രം. സ്റ്റേഷനുകൾ ഭരിക്കാൻ ഇനി സർക്കിൾ ഇൻസ്പെക്ടർമാർ. പ്രതാപം അസ്തമിച്ച് തെന്മല തടി ഡിപ്പോ. അധികൃതരുടെ അനാസ്ഥയിൽ തെന്മല തടി ഡിപ്പോ നാശത്തിന്റെ വക്കിൽ. വൃദ്ധപിതാവിനെ മകളും മരുമകനും ചേർന്ന് ശാരീരികമായും മാനസികമായും പീഡിപ്പിക്കുന്നതായി പരാതി. വയോധികൻ കൊല്ലം റൂറൽ എസ്പിക്ക് പരാതി നൽകി. വാർത്തകൾ വിശദമായി. രോഗിയായ ഭർത്താവിനെ ഭാര്യ കൊലപ്പെടുത്തി. തലവൂർ രണ്ടാലുമൂട് സ്വദേശി സുന്ദരനാചാരിയാണ് കൊലപ്പെട്ടത്. സംഭവത്തിൽ ഭാര്യ വസന്തയെ കുന്നിക്കോട് പോലീസ് അറസ്റ്റ് ചെയ്തു. രോഗം ബാധിച്ച് ഏറെ നാളായി കിടപ്പിലായ ഭർത്താവിനെ ശ്വാസം മുട്ടിച്ച് ഭാര്യ കൊലപ്പെടുത്തി. തലവൂർ രണ്ടാലമൂട് ചുണ്ടമല അശ്വതി ഭവനിൽ 59-കാരനായ സുന്ദരനാചാരിയാണ് കൊല്ലപ്പെട്ടത്. സംഭവത്തിൽ 49-കാരിയായ ഭാര്യ വസന്തയെ കുന്നിക്കോട് പോലീസ് അറസ്റ്റ് ചെയ്തു. ഏറെ നാളായി കിടക്കയിൽ നിന്നും എഴുന്നേൽക്കാൻ സാധിക്കാത്ത സ്ഥിതിയിലായിരുന്നു സുന്ദരനാചാരി. കഴിഞ്ഞ ശനിയാഴ്ച രാവിലെ 10 മണിയോടെയാണ് കിടക്കയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അസുഖം ബാധിച്ച് മരിച്ചതാണെന്നാണ് ഭാര്യ വസന്ത സമീപവാസികളെയും മകളെയും അറിയിച്ചത്. വിവരമറിയിച്ചതിനെ തുടർന്ന് വീട്ടിലെത്തിയ തലവൂർ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടർ അജയ്കുമാറിന് മരണത്തിൽ സംശയം തോന്നുകയും പോലീസിൽ വിവരമറിയിക്കുകയുമായിരുന്നു. ശാരീരിക അവശതകളെ തുടർന്ന് ഏറെ നാളായി കിടപ്പിലായിരുന്ന സുന്ദരനാചാരിക്ക് പരസഹായമില്ലാതെ എഴുന്നേൽക്കാനാവാത്ത സ്ഥിതിയിലായിരുന്നു. കഴുത്തിലുണ്ടായ മുറിവുകളാണ് സംശയത്തിന് കാരണമായത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നടത്തിയ പോസ്റ്റ്മോർട്ടത്തിൽ മരണം കൊലപാതകമാണെന്ന് കണ്ടെത്തുകയായിരുന്നു. സംശയത്തെ തുടർന്ന് മകളുടെ ഭർത്താവ് രാജേഷിനെ ആദ്യം കസ്റ്റഡിയിലെടുത്തെങ്കിലും പിന്നീട് വിട്ടയച്ചു. പോലീസ് നടത്തിയ ചോദ്യം ചെയ്യലിലാണ് പ്രതിയായ ഭാര്യ കുറ്റം സമ്മതിച്ചത്. മകൾ സുനിതയ്ക്കൊപ്പമാണ് സുന്ദരനാചാരിയും ഭാര്യ വസന്തയും താമസിച്ചു വന്നിരുന്നത്. ആദ്യം തലയണ ഉപയോഗിച്ച് കൊലപ്പെടുത്താൻ ശ്രമം നടത്തിയെങ്കിലും പിന്നീട് മൊബൈൽ ചാർജറിന്റെ വയർ കഴുത്തിൽ മുറുക്കി കൊലപ്പെടുത്തുകയായിരുന്നു. സംരക്ഷിക്കാൻ ആളില്ലാത്തതിനാൽ കൊലപ്പെടുത്തിയെന്നാണ് വസന്ത പോലീസിനോട് പറഞ്ഞത്. പ്രതിയെ വീട്ടിൽ കൊണ്ടുവന്ന് തെളിവെടുപ്പ് നടത്തി. ചുണ്ടമല എന്ന് പറയുന്ന സ്ഥലമാണ്. ഇവിടെ സുന്ദരനാചാരി എന്ന ആള് മരണപ്പെട്ടതായിട്ട് ഇവിടെ നിന്നും ഡോക്ടർ കഴിഞ്ഞ 29-ാം തീയതി പരിശോധിച്ച ശേഷം നമ്മൾ വിവരം അറിയിച്ചനുസരിച്ച് ഇവിടെ വരികയും വന്ന മരണത്തിൽ സംശയങ്ങൾ തോന്നിയതിൻ്റെ അടിസ്ഥാനത്തിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ബഹുമാനപ്പെട്ട പുനലൂർ ASPയുടെ നിർദ്ദേശാനുസരണം അയക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പോസ്റ്റ്മോർട്ടം പരിശോധനാ റിപ്പോർട്ട് കിട്ടിയപ്പോൾ ഇതൊരു കൊലപാതകമാണെന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ അന്വേഷണങ്ങൾ നടത്തി പ്രതിയിലേക്ക് എത്തുകയും പ്രതി ഈ മരണപ്പെട്ട സുന്ദരനാചാരിയുടെ ഭാര്യ വസന്ത ആണെന്നും ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അവരെ ഇന്നേ ദിവസം അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കൂടുതൽ അന്വേഷണങ്ങൾ ഇനിയും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ മരണത്തിന് ഉപയോഗിച്ച ആയുധങ്ങളും മറ്റും കണ്ടെത്തിയിട്ടുണ്ട്. അവരുടെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട്. കൂടുതൽ അന്വേഷണം നടക്കുന്നതിനാൽ ഇത് സംബന്ധമായ മറ്റു കാര്യങ്ങളൊന്നും തന്നെ ഇപ്പോൾ പറയുവാനില്ല. ഈ മരണപ്പെട്ട സുന്ദരനാചാരി അസുഖബാധിതനായിട്ടും കിടപ്പിലായിരുന്നു. അതിൽ നിന്ന് ഇവർക്ക് സഹികെട്ട ചെയ്തതാണെന്നാണ് അവർ പറയുന്നത്. കൊലപ്പെടുത്താൻ ഉപയോഗിച്ച തലയണയും മൊബൈൽ ചാർജറിന്റെ വയറും പോലീസ് കണ്ടെടുത്തു. പുനലൂർ ASP കാർത്തികേയൻ ഗോകുൽചന്ദ്, പത്തനാപുരം CI S നന്ദകുമാർ, കുന്നിക്കോട് SI സുരേഷ് കുമാർ, കൃഷ്ണകുമാർ, ഷാഡോ പോലീസ് SI S ബിനോജ്, A ഷാജഹാൻ, അയൂബ്, നെൽസൺ, ബാബുരാജ്, ലതാകുമാരി എന്നിവരുടെ നേതൃത്വത്തിലാണ് അന്വേഷണം നടത്തിയത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. പുനലൂരിൽ ഫ്ലഡ് ലൈറ്റ് ക്രിക്കറ്റ് ടൂർണമെന്റിന് തുടക്കമായി. ചെമ്മന്തൂർ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ ആരംഭിച്ച ടൂർണമെന്റ് പുനലൂർ നഗരസഭാ ചെയർമാൻ M.A. രാജഗോപാൽ ഉദ്ഘാടനം ചെയ്തു. പുനലൂരിലെ കായിക പ്രേമികൾക്ക് പ്രകാശവിസ്മയത്തോടെ ക്രിക്കറ്റ് ആസ്വദിക്കുന്നതിനായാണ് കല ക്രിക്കറ്റ് ലീഗിന്റെ ആഭിമുഖ്യത്തിൽ ഫ്ലഡ് ലൈറ്റ് ക്രിക്കറ്റ് ടൂർണമെന്റ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ബുധനാഴ്ച ആരംഭിച്ചിരിക്കുന്ന ടൂർണമെന്റ് ഞായറാഴ്ച വരെ നീളും. വൈകുന്നേരങ്ങളിൽ 5:30 ശേഷമാകും ടൂർണമെന്റ് ആരംഭിക്കുക. പുനലൂർ നഗരസഭാധ്യക്ഷൻ M.A. രാജഗോപാൽ ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്തു. ഒരു വലിയ വിഭാഗം ചെറുപ്പക്കാർ അവരുടെ എല്ലാ കാര്യങ്ങളും മാറ്റിവെച്ച് ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കല
സാഹിത്യ രംഗം പോലെ തന്നെ ഒരു സമൂഹത്തിന് അനിവാര്യമാണ് ഒരു കായിക സംസ്കാരം എന്ന് പറയുന്നത്. ആ കാര്യത്തിൽ കല നിർവഹിക്കുന്ന ഒരു പങ്ക് പ്രത്യേകം എടുത്തു പറഞ്ഞുകൊണ്ട് അവരെ അഭിനന്ദിച്ചുകൊണ്ട് നമ്മുടെ നാട് ഒരു 2, 3, 4 വർഷം കഴിയുമ്പോൾ ഇതിന്റെ രൂപത്തിലും ഭാവത്തിലും വലിയ മാറ്റങ്ങൾ വരുന്ന നിലയിലുള്ള വൻ വികസന പദ്ധതികൾ പുനലൂരിലേക്ക് കൊണ്ടുവരാൻ രാജു സാറിന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് ഇപ്പോൾ നമുക്കെല്ലാം ഒരു തർക്കവുമില്ലാതെ അംഗീകരിക്കാൻ കഴിയുന്ന വസ്തുതയാണ്. അതിലൊരു പ്രധാന RD ഓഫീസ് നമ്മുടെ ഒരു വലിയ സ്വപ്നമാണ്. RD ഓഫീസ് ഇപ്പൊ പോലും 5 സെന്റ് വയലിനുള്ളിൽ ഒരു വീട് വെക്കാനുള്ള ആളിന് മുനിസിപ്പാലിറ്റിയിൽ ഒരു കമ്മിറ്റി അനുവാദം കൊടുത്താലും RDOയുടെ അനുവാദം വേണം. നമ്മൾ ഇവിടുന്ന് റെഡിയാക്കി കൊല്ലത്ത് പോയി എന്തുമാത്രം കഷ്ടപ്പെടാൻ. ഇപ്പൊ നമുക്ക് മാത്രമല്ല, ഈ അച്ചൻകോവിൽ പോലെ, റോസ്മല പോലെ കിഴക്കൻ മലയോര മേഖലയിലുള്ള ജനങ്ങൾക്ക് മുഴുവൻ ഈ പുനലൂരിലെ RD ഓഫീസ് വലിയ തോതിൽ സഹായം ചെയ്യും. അത് പുനലൂരിനൊരു വലിയ മാറ്റമുണ്ടാക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ജനങ്ങൾക്ക് വലിയ നിലയിൽ അത് പ്രയോജനപ്പെടും. വൈസ് ചെയർമാൻ ജിജി കെ ബാബു അധ്യക്ഷനായ ചടങ്ങിൽ കലാ സെക്രട്ടറി CR അരുൺകുമാർ സ്വാഗതം പറഞ്ഞു. പുനലൂർ ASP ഡോക്ടർ കാർത്തികേയൻ ഗോകുലചന്ദ്രൻ മുഖ്യ അതിഥിയായി. ജില്ലാ ക്രിക്കറ്റ് അസോസിയേഷൻ പ്രസിഡന്റ് രഘുകുമാർ, അഡ്വക്കേറ്റ് പ്രദീപ് ചന്ദ്രൻ, ജിജു BR, ബിനു KG, MA വേണുഗോപാൽ, R സുരേഷ് കുമാർ എന്നിവർ സംസാരിച്ചു. പുനലൂർ ASP ഡോക്ടർ കാർത്തികേയൻ ഗോകുലചന്ദ്രൻ നേതൃത്വം നൽകുന്ന പുനലൂർ സബ് ഡിവിഷൻ ടീമും നഗരസഭാ ചെയർമാൻ MA രാജഗോപാൽ നേതൃത്വം നൽകുന്ന കൌൺസിലർമാരുടെ ടീമുമാണ് ആദ്യ മത്സരത്തിൽ മാറ്റുരച്ചത്. ടൂർണമെന്റിൽ 32 ടീമുകൾ മാറ്റുരയ്ക്കും. ലൈവ് വാർത്ത പുനലൂർ. പോലീസ് സ്റ്റേഷനുകളുടെ ചുമതല ഇനി മുതൽ സർക്കിൾ ഇൻസ്പെക്ടർമാർക്കാകും. നിലവിൽ സബ് ഇൻസ്പെക്ടർമാർക്കായിരുന്നു സ്റ്റേഷനുകളുടെ ചുമതല. നിലവിൽ SIമാർക്കുള്ള സ്റ്റേഷൻ ചുമതലയാണ് ഇനി മുതൽ സർക്കിൾ ഇൻസ്പെക്ടർമാർക്കായി മാറ്റിവെക്കുന്നത്. പോലീസിൽ കുറ്റാന്വേഷണവും ക്രമസമാധാന പാലനവും വെവ്വേറെയാക്കുമെന്നും കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരുന്നു. 1 വർഷത്തിനുള്ളിൽ തന്നെ പോലീസ് സ്റ്റേഷൻ തലത്തിൽ വരെ ഇത് നടപ്പിലാക്കും. പോലീസിനകത്തും പുറത്തും 3ാം മുറ അനുവദിക്കില്ലെന്നും 3ാം മുറ പ്രയോഗിക്കുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ കർശന അച്ചടക്ക നടപടി ഉണ്ടാകുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. പോലീസ് സ്റ്റേഷനുകളിൽ പൊതുജനങ്ങളുമായി നന്നായി ഇടപെടാൻ കഴിയുന്നവരെ നിയമിക്കും. സ്റ്റേഷന്റെ അതിർത്തി പരിഗണിക്കാതെ എല്ലാ ക്രൈം കേസുകളും രജിസ്റ്റർ ചെയ്യണമെന്നും എന്നിട്ട് അതാത് സ്റ്റേഷനുകളിലേക്ക് പരാതി അയച്ചു കൊടുക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പോലീസിന്റെ അംഗബലം വർദ്ധിപ്പിക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. നിലവിൽ കുളത്തൂപ്പുഴ, പത്തനാപുരം CIമാർക്ക് 2 സ്റ്റേഷന്റെ വീതം ചുമതലയുണ്ട്. പുതിയ നിർദ്ദേശത്തോടെ CIമാരുടെ നിയമനത്തിലും വർധനയുണ്ടാകുമെന്നാണ് കരുതുന്നത്. ന്യൂസ് ഡെസ്ക് ലൈവ് വാർത്ത. കരവാളൂർ പഞ്ചായത്തിന്റെ അധീനതയിലുള്ള ചിറ സംരക്ഷണമില്ലാതെ നശിക്കുന്നു. മാലിന്യങ്ങൾ നിറഞ്ഞ് ചിറ കാടുകയറി നശിക്കുകയാണ്. 16ാം വാർഡിൽ 1 ഏക്കറോളം ഭാഗത്താണ് ചിറ കാട് കയറി നശിക്കുന്നത്. 1 വർഷം മുമ്പേ ചിറ നവീകരിച്ചെങ്കിലും പിന്നീട് യാതൊരു നടപടിയും ഉണ്ടായില്ല. നിലവിൽ മാലിന്യങ്ങൾ അടിഞ്ഞുകൂടി ചിറ നാശത്തിലാണ്. 100 കണക്കിന് ആളുകൾക്ക് പ്രയോജനപ്പെട്ടിരുന്ന ചിറയാണ് ഇന്ന് അവഗണിക്കപ്പെടുന്നത്. അവഗണനയുടെ തീരാശാപവും പേറി പഞ്ചായത്ത് ചിറ ചോദ്യചിഹ്നമായി നിലകൊള്ളുകയാണ്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. തെന്മല തടി ഡിപ്പോ നാശത്തിന്റെ വക്കിൽ. ഒരു കാലത്ത് തടി വ്യാപാരത്തിൽ ഏറെ പ്രശസ്തമായിരുന്ന ഡിപ്പോയാണ് ഇപ്പോൾ അധികൃതരുടെ അനാസ്ഥയിൽ നാശത്തിലേക്ക് കൂപ്പുകുത്തുന്നത്. ഒരു കാലത്ത് തടി വ്യാപാര രംഗത്ത് ഏറെ പേരുകേട്ട ഡിപ്പോയായിരുന്നു കിഴക്കൻ മേഖലയിലെ തെന്മല തടി ഡിപ്പോ. എന്നാൽ ഇപ്പോൾ അധികൃതരുടെ അനാസ്ഥയാൽ തടി ഡിപ്പോ നാശത്തിന്റെ വക്കിലാണ്. ഡിപ്പോ ഷെഡിന്റെ മേൽക്കൂരകൾ പലതും തകർന്നു കഴിഞ്ഞു. ബ്രിട്ടീഷുകാരുടെ കാലത്ത് റെയിൽവേ നിർമ്മാണവുമായി ബന്ധപ്പെട്ടാണ് തെന്മലയിൽ തടി ഡിപ്പോ ആരംഭിച്ചത്. ഇപ്പോഴും ഡിപ്പോ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും കെട്ടിടങ്ങൾ നാശത്തിന്റെ വക്കിൽ തന്നെ. 46 തൊഴിലാളികളാണ് ഇവിടെ തൊഴിലെടുക്കുന്നത്. എന്നാൽ അവർക്ക് വേണ്ടുന്ന അടിസ്ഥാന സൗകര്യങ്ങളൊന്നും ഇവിടെ ഒരുക്കിയിട്ടില്ല. കൂപ്പിൽ നിന്നും തടി കൃത്യമായി എത്താറുണ്ടെങ്കിലും ഷെഡുകളുടെ തകർച്ച തടികളുടെ നാശത്തിലേക്കും വഴിതെളിക്കും. തകർന്ന മേൽക്കൂരകൾ മാറ്റി പുതിയ മേൽക്കൂരകൾ നിർമ്മിച്ച് ഡിപ്പോ സംരക്ഷിക്കണമെന്ന ആവശ്യവും ശക്തമാകുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, തെന്മല. ഗ്രാമവിശുദ്ധിയുടെ നിറവിൽ തെളിനീര് പോലൊരു വിദ്യാലയം, ശാന്തിനികേതൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, ഇടമൺ. ഈ നാടിന്റെ ഇന്നത്തെ തലമുറയുടെ രാജശില്പി. സഹപ്രൗഢിയോടെ വിദ്യ വിളമ്പുന്ന ഇടമൺ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ സഹോദര സ്ഥാപനം ശാന്തിനികേതൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, ഇടമൺ. ഇടമണ്ണിന്റെ പുതുനാമ്പുകൾക്ക് ജ്ഞാനസ്നാനം ചെയ്യാൻ, ഉൾക്കണ്ണിൽ വെളിച്ചം നിറയ്ക്കാൻ കല്ലടയാറിന്റെ തീരത്തൊരു അക്ഷരക്ഷേത്രം, ശാന്തിനികേതൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ. ശാന്തിനികേതന്റെ ശാന്തിയും അനന്തമായ അറിവിന്റെ സ്ഫുലിംഗങ്ങളും അമ്മയുടെ ലാളനയും കരുതലും എല്ലാം ഇവിടെ സമന്വയിക്കുന്നു. ശാന്തിനികേതൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ. ഏടും ഉറപ്പുമുള്ള കെട്ടിടങ്ങൾ, ഇല്ലായ്മകളുമായി സമരസപ്പെടുന്ന ഫീസ് ഘടന, വൈജ്ഞാനികവും സഹവൈജ്ഞാനികവുമായ ശേഷികൾ കണ്ടെത്തി വളർത്താൻ പോരുന്ന അരങ്ങും അണിയറയും, മാറുന്ന സാമൂഹിക സാഹചര്യങ്ങൾക്ക് അനുപൂരകമായ പഠനാബോധന രീതി, അനുഭവം കൊണ്ടും അറിവുകൊണ്ടും അർപ്പണം കൊണ്ടും ധന്യരായ അധ്യാപകർ.
പൂന്തോട്ടവും പൂക്കാലവും തോൽക്കുന്ന അന്തരീക്ഷം ഒക്കെയും ഒരേ സ്വരത്തിൽ ഉറപ്പുതരുന്നു. ഈ നാടിന്റെ മക്കൾ ഇവിടെ സുരക്ഷിതരാണ്. ഇതാണ് നിങ്ങളുടെ അക്ഷരവീട്. ഇവിടമാണ് നിങ്ങളുടെ കുസൃതികൾ വിരിയും കൂട്. ശാന്തിനികേതൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, ഇടമൺ. ഫോൺ 0475233515. ഗ്രാമവിശുദ്ധിയുടെ നിറവിൽ തെളിനീര് പോലൊരു വിദ്യാലയം. ശാന്തിനികേതൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ. പവിത്രമായ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാകുന്നത് സ്വപ്നം കാണാത്തവരാരുണ്ട്? ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. ഏവർക്കും സ്വാഗതം. പവിത്രം ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, പുനലൂർ. എടാ, നിന്നെപ്പോലെ ചെറുപ്പത്തിൽ തുടങ്ങിയതായി എനിക്കും ഡയബറ്റീസ്. എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും വീണ്ടെടുത്തു തന്നത് നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റൽ അല്ലേ? കാറ്ററാക്ട്, ഗ്ലൂക്കോമ ആൻഡ് ഡയബറ്റിക് ഐ കെയർ സെന്റർ. തോട്ടുകടവിൽ ട്രേഡേഴ്സ്, MLA റോഡ്, പുനലൂർ. പ്യാരിവെയർ, സാൻസീറ, ജോൺസൺ, ലെബ് തുടങ്ങിയ കമ്പനികളുടെ സാനിറ്ററി ആൻഡ് ബാത്റൂം ഫിറ്റിംഗ്സ്, വിവിധയിനം ഫാൻസി ലൈറ്റുകൾ, പാനസോണിക് AC-യുടെ അംഗീകൃത ഡീലർ, കിച്ചൺ കബോർഡ് ആക്സസറീസ്. തോട്ടുകടവിൽ ട്രേഡേഴ്സ്, MLA റോഡ്, പുനലൂർ. ഫോൺ 0475221205. വൈറ്റ് പേൾ ഫാഷൻ ഡെസ്റ്റിനേഷൻ, മെയിൻ റോഡ്, പുനലൂർ. സാരി, ചുരിദാർ മെറ്റീരിയൽസ്, കിഡ്സ് വെയർ, ജെന്റ്സ് വെയർ, പാർട്ടി വെയർ തുടങ്ങി ക്വാളിറ്റി ടെക്സ്റ്റൈൽസ് ഉൽപ്പന്നങ്ങൾ. വൈറ്റ് പേൾ ഫാഷൻ ഡെസ്റ്റിനേഷൻ, മെയിൻ റോഡ്, പുനലൂർ. പരാധീനതകളുടെ നടുവിൽ വീർപ്പുമുട്ടുകയാണ് കുളത്തൂപ്പുഴ സാമൂഹികാരോഗ്യ കേന്ദ്രം. നിലവിൽ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന്റെ സൗകര്യം മാത്രമാണ് ഇവിടെയുള്ളത്. ഇത് കുളത്തൂപ്പുഴ സാമൂഹിക ആരോഗ്യ കേന്ദ്രം. പേരിൽ മാത്രമാണ് ഇവിടെ സാമൂഹികാരോഗ്യ കേന്ദ്രം പ്രവർത്തിക്കുന്നത്. നിലവിൽ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന്റെ സൗകര്യം മാത്രമാണ് ഇവിടെയുള്ളത്. 2 സ്ഥിരം ഡോക്ടർമാരും NRHM വഴിയുള്ള ഒരു ഡോക്ടറുമാണ് ഇവിടെ സേവനമനുഷ്ഠിക്കുന്നത്. രാവിലെ 9 മണി മുതൽ 3 മണി വരെ മാത്രമാണ് ആശുപത്രിയുടെ സേവനം ആളുകൾക്ക് ലഭ്യമാവുക. മലയോര തോട്ടം മേഖലയിലെ ജനങ്ങളുടെ ഏക ആശ്രയമാണ് ഈ സാമൂഹികാരോഗ്യ കേന്ദ്രം. ഇവിടെ ഡോക്ടർമാരുടെ അഭാവത്തിൽ 40 കിലോമീറ്ററോളം യാത്ര ചെയ്ത് ആളുകൾ പുനലൂർ താലൂക്ക് ആശുപത്രിയിലോ കടയ്ക്കൽ താലൂക്ക് ആശുപത്രിയിലോ എത്തേണ്ട അവസ്ഥയാണ് നിലവിലുള്ളത്. കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിന്റെ സൗകര്യം ഏർപ്പെടുത്തിയാൽ 7 സ്ഥിരം ഡോക്ടർമാരുടെ സേവനം ഇവിടെ ലഭ്യമാകും. മാത്രമല്ല കിടത്തി ചികിത്സ ഉൾപ്പെടെയുള്ള ചികിത്സാ രീതികളും സാധാരണക്കാർക്ക് ലഭ്യമാകും. ദിനംപ്രതി 300-350 ഇടയിൽ OPയിൽ രോഗികൾ എത്തുന്ന ഇവിടെ കൂടുതലും തോട്ടം തൊഴിലാളികളും സാധാരണക്കാരുമാണ് എത്തുന്നത്. ലാബ് സൗകര്യം അടുത്തിടെയാണ് ഏർപ്പെടുത്തിയത്. ഇതും കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നില്ല. തോട്ടമേഖലയായതിനാൽ തന്നെ പ്രദേശത്ത് പകർച്ചവ്യാധികളും മറ്റ് സാംക്രമിക രോഗങ്ങളും പടർന്നു പിടിക്കാനും സാധ്യത ഏറെയാണ്. ഈ അവസരത്തിൽ കുളത്തൂപ്പുഴ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിന്റെ പരാധീനതകൾ മറികടക്കാൻ അധികൃതർ നടപടിയെടുക്കണമെന്ന ആവശ്യവും ശക്തമാകുന്നുണ്ട്. സാമൂഹികാരോഗ്യ കേന്ദ്രത്തോട് ചേർന്ന് പ്രവർത്തിക്കുന്ന സ്റ്റാഫ് ക്വാർട്ടേഴ്സും വാട്ടർ ടാങ്കും എല്ലാം തകർച്ചാ ഭീഷണി നേരിടുകയാണ്. ഏതു സമയത്തും നിലംപൊത്താവുന്ന അവസ്ഥയിലാണ് വാട്ടർ ടാങ്ക്. സ്റ്റാഫ് ക്വാർട്ടേഴ്സിന്റെ സ്ഥിതിയും മറിച്ചല്ല. ഉപയോഗശൂന്യമായി നാശോന്മുഖമായിക്കൊണ്ടിരിക്കുകയാണ് സ്റ്റാഫ് ക്വാർട്ടേഴ്സുകളും. സ്റ്റാഫ് നഴ്സ് ഇല്ലാത്ത സംസ്ഥാനത്തെ വിരലിലെണ്ണാവുന്ന സാമൂഹികാരോഗ്യ കേന്ദ്രങ്ങളിലൊന്നായിരിക്കും കുളത്തൂപ്പുഴ സാമൂഹികാരോഗ്യ കേന്ദ്രം. താൽക്കാലിക അടിസ്ഥാനത്തിലുള്ള 2 നഴ്സുമാരുടെ സേവനം മാത്രമാണ് ഇവിടെ ലഭ്യമാകുന്നത്. സാധാരണക്കാർക്ക് ഏറെ ആശ്രയമാകുന്ന ആശുപത്രിയുടെ ശോച്യാവസ്ഥയ്ക്ക് ഉടൻ പരിഹാരം കാണണമെന്ന ആവശ്യം നാനാതുറകളിൽ നിന്നും ഉയരുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, കുളത്തൂപ്പുഴ. വൃദ്ധപിതാവിനെ മകളും മരുമകനും ചേർന്ന് ശാരീരികമായും മാനസികമായും പീഡിപ്പിക്കുന്നതായി പരാതി. ഇതു സംബന്ധിച്ച പരാതിക്കാരനായ KG കരുണാകരൻ കൊല്ലം റൂറൽ SPക്ക് പരാതി നൽകി. മക്കൾക്ക് മോക്ക് 1 ഏക്കർ സ്ഥലം കൊടുത്തു, മോന് 10 സെന്റും വീടും വെച്ചു കൊടുത്തു. ഇനിയും അവരെ ഞാൻ സഹായിക്കാൻ പറ്റില്ല, അവർ എന്നെ സഹായിക്കുന്നു. അവർ എന്നെ ജീവിക്കാൻ അനുവദിക്കുന്നില്ല, കൊല്ലാൻ നടക്കുക. എന്ത് ചെയ്യണം? എനിക്ക് നീതി കിട്ടണം. പോലീസിൽ നിന്ന് കോടതിയിൽ നിന്ന് എവിടെന്നെങ്കിലും എനിക്കൊരു നീതി കിട്ടിയാൽ മതി. ഇനി ഈ ഭൂമിയിൽ എനിക്ക് ജീവിക്കാനൊരു സൗകര്യം അവർക്കെല്ലാം മരിക്കുന്ന സ്വത്തുണ്ടാക്കി കൊടുക്കാൻ പറ്റും. എനിക്ക് ജീവിക്കാൻ ഒരു മാർഗമില്ല. ഞാൻ ഭിക്ഷ എടുത്താണ് ജീവിക്കുന്നത്. എന്ത് ചെയ്യും? നിങ്ങളുടെ നാട്ടിലുള്ള അറിവുള്ള ഒരു മര്യാദ പറഞ്ഞ ഈ ലോകത്തിൽ നിന്ന് ഈ നീതി എവിടെ പോയി? ആരോട് പറയണം? പോലീസിൽ പറഞ്ഞിട്ടൊരു രക്ഷയില്ല, കോടതിയിൽ പറഞ്ഞിട്ടൊരു രക്ഷയില്ല, പഞ്ചായത്തിൽ പറഞ്ഞിട്ട് രക്ഷയില്ല, ഒരിടത്തും ഒരു രക്ഷയില്ല.
ഞാൻ എന്ത് ചെയ്യണം? എലിക്കാട്ടൂർ ശ്രീ മുരുകാലയത്തിൽ KG കരുണാകരനാണ് ഇത് സംബന്ധിച്ച് കൊല്ലം റൂറൽ SP-ക്ക് പരാതി നൽകിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം മകൾ സുമയും മരുമകൻ സുദേശനും ചേർന്ന് കരുണാകരനെ പീഡിപ്പിച്ചതായാണ് പരാതി. മുറിയിൽ കയറി വന്ന് മകളും മരുമകനും ചേർന്ന് മർദ്ദിക്കുകയും രാമായണമെടുത്ത് തലയ്ക്കടിക്കുകയും ചെയ്തതായി പരാതിക്കാരൻ പറഞ്ഞു. തന്റെ പേരിലുള്ള 1 ഏക്കർ സ്ഥലം മകൾക്ക് എഴുതി കൊടുത്തിരുന്നു. 10 സെന്റ് സ്ഥലത്ത് വീട് നിർമ്മിച്ച് മകനും നൽകി. ബാക്കിയുണ്ടായിരുന്ന 10 സെന്റ് സ്ഥലത്ത് നിന്ന് 4 സെന്റ് സ്ഥലം വിറ്റ് തന്റെ ചികിത്സയ്ക്കായി ചെലവാക്കിയതിന്റെ വിരോധം മൂലമാണ് തന്നെ മകളും മരുമകനും നിരന്തരം മർദ്ദിക്കുന്നതെന്നും കരുണാകരൻ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. ബാലസംഘം വേനൽത്തുമ്പി കലാജാഥയ്ക്ക് പുനലൂരിൽ സ്വീകരണം നൽകി. ഏപ്രിൽ 29 ആരംഭിച്ച കലാജാഥ മെയ് 4 സമാപിക്കും. ബാലസംഘം പുനലൂർ നോർത്ത് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് കലാജാഥയെ സ്വീകരിച്ചത്. പുനലൂർ തൂക്കുപാലത്തിലായിരുന്നു സ്വീകരണം. ബാലസംഘം പുനലൂർ പത്തനാപുരം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഏപ്രിൽ 29 ആരംഭിച്ച കലാജാഥ മെയ് 4 സമാപിക്കും. കുട്ടികളുടെ മാനസിക ശാരീരിക ഉല്ലാസത്തിനും സാമൂഹിക സാംസ്കാരിക ബോധം വളർത്തിയെടുക്കുന്നതിനുമായാണ് കലാജാഥ സംഘടിപ്പിച്ചിരിക്കുന്നത്. CPM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി P. വിജയൻ കുട്ടികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. അനു, ആതിര എന്നീ കുട്ടികളുടെ നൃത്ത പരിപാടികളോടെയാണ് സ്വീകരണ പരിപാടികൾ ആരംഭിച്ചത്. CPM നേതാക്കളായ സുഭാഷ് ജിനാഥ്, വസന്തകുമാർ, സുബിരാജ് എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പുനലൂർ ശിവൻകോവിൽ നേതാജി റോഡിൽ മാലിന്യങ്ങൾ തള്ളുന്നു. തെരുവുനായ്ക്കളുടെ ശല്യവും ഇവിടെ രൂക്ഷമാണ്. അർദ്ധരാത്രിയും പുലർച്ചെയുമാണ് സാമൂഹ്യവിരുദ്ധർ ഭക്ഷണാവശിഷ്ടങ്ങൾ ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ ഇവിടെ കൊണ്ട് തള്ളുന്നത്. ഇതുമൂലം തെരുവുനായ്ക്കളുടെ ശല്യവും വർദ്ധിച്ചിട്ടുണ്ട്. കൊച്ചുകുട്ടികളടക്കം നിരവധി പേരാണ് ഇതുവഴി നടന്നുപോകുന്നത്. ഭക്ഷണമാലിന്യങ്ങളിൽ നിന്നും മറ്റും പുഴുവരിച്ച് ദുർഗന്ധം വമിക്കാൻ തുടങ്ങിയതോടെ ഇതുവഴിയുള്ള യാത്ര വളരെ ദുസ്സഹമായിരിക്കുകയാണ്. ഇവിടെയുള്ള വാർഡുകാരൊന്നും അല്ല കൊണ്ടിടുന്നത്. ഇത് ഇഷ്ടംപോലെ പട്ടികളും പൂച്ചകളും ഇവിടെ കിടപ്പോട്ട്. ഇഷ്ടംപോലെ പിള്ളേരുണ്ട്, പന്ത് കളിക്കുന്നുണ്ട്, കൊച്ചു പിള്ളേരുണ്ട്, സൈക്കിളിൽ ഓട്ടാൻ നടക്കുന്ന പിള്ളേരുണ്ട്. അവർക്കൊക്കെ ഒരുപാട് ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്ന ഒരു കേസ് കേട്ടാൽ ഇവിടെ മാത്രമല്ല അപ്പുറം ഇപ്പുറം എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ട്. ഈ കാലത്ത് മുതൽ പിള്ളേർക്ക് പോകുന്നവർക്കെല്ലാം ബുദ്ധിമുട്ട്. പിള്ളേർക്ക് മാത്രമല്ല മുതിർന്നവർക്കും നമ്മളെപ്പോലുള്ള ആൾക്കാരൊക്കെ പോകുന്നവർക്ക് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കേസ് കേട്ടാണ് ഈ ചാവുകൾ കൊണ്ടിടുന്നത്. ഇവിടുത്തെ ആൾക്കാരോ ഇവിടെ ഈ വാർഡ് താമസിക്കുന്ന ഒറ്റ മനുഷ്യരല്ല ഈ സാധനങ്ങൾ ഇവിടെ കൊണ്ടിടുന്നത്. വളരെ ബുദ്ധിമുട്ടാണ്. അതെന്താ വെച്ചാൽ അത് നടപടി നിങ്ങൾ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ന്യൂസ് ബ്യൂറോ, പുനലൂർ. അഞ്ചൽ സെന്റ് ജോസഫ് മിഷൻ ആശുപത്രിയുടെ 64ാമത് വാർഷികം സമുചിതമായി ആഘോഷിച്ചു. വാർഷികാഘോഷം വനംവകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് കെ രാജു ഉദ്ഘാടനം ചെയ്തു. അഞ്ചൽ സെന്റ് ജോസഫ് മിഷൻ ആശുപത്രിയുടെ 64ാമത് വാർഷികാഘോഷം വനംവകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് കെ രാജു നിർവഹിച്ചു. ഇവിടെ സത്യത്തിൽ ഞങ്ങൾ നാട്ടുകാർ ഏറ്റവും അധികം വന്ദിക്കേണ്ടത്, ബഹുമാനിക്കേണ്ടത് ഈ സഭയ്ക്ക് വേണ്ടി ഇത്രയും സൗകര്യം, അതായത് വസ്തു അന്ന് ആ കാലത്ത് തന്നെ സമ്പാദിച്ചിട്ട പൂർവ്വരായിട്ടുള്ള ബിഷപ്പുമാരെ ഇന്ന് കേരളത്തിലെ ഏറ്റവും കൂടുതൽ വിലപിടിപ്പുള്ള വസ്തുക്കളുള്ള പ്രദേശമാണ്. ഏറ്റവും കൂടുതൽ വസ്തു വിലയുള്ള
തൊഴിലിന്റെ മഹത്വവും തൊഴിൽ ചെയ്ത് കുടുംബം പോറ്റേണ്ടതിന്റെ പ്രാധാന്യവും ജനങ്ങൾക്ക് കാട്ടിക്കൊടുത്ത വിശുദ്ധ ഔസേപ്പ് പിതാവിനോടുള്ള ബഹുമാനാർത്ഥമാണ് തൊഴിലാളി ദിനമായ മെയ് ദിനം തന്നെ സെന്റ് ജോസഫ് ദിനമായി തെരഞ്ഞെടുത്തതെന്ന് അഡ്മിനിസ്ട്രേറ്റർ റവറന്റ് സിസ്റ്റർ മേഴ്സി ജോൺ പറഞ്ഞു. കുടുംബജീവിതത്തിലും പ്രതിഫലിച്ചു. അതുകൊണ്ട് തന്നെ സന്തോഷവും സംതൃപ്തിയുമുള്ള കുടുംബത്തിന്റെ ഉത്തമ മാതൃകയായിട്ട് വിശുദ്ധ ഔസേപ്പിന്റെ ചെറിയ കുടുംബത്തെ നാം കരുതുന്നു. ഇന്ന് നമ്മുടെ കുടുംബയോഗമാണ്. ഈ കുടുംബത്തിലെ ഒരംഗമായതിനുള്ള അഭിമാനത്തോടെയാണ് നാം ഇത് പറയുന്നത്. ആതുര സേവന രംഗത്ത് സ്തുത്യർഹമായ സേവനമാണ് സെന്റ് ജോസഫ് ആശുപത്രി ചെയ്യുന്നതെന്നും ഇതിന്റെ വളർച്ചയ്ക്ക് കാരണക്കാരായ പിതാക്കന്മാരെയും ബിഷപ്പുമാരെയും ഈ സന്ദർഭത്തിൽ സ്മരിക്കണമെന്നും മന്ത്രി പറഞ്ഞു. ചടങ്ങിൽ ആശുപത്രി അഡ്മിനിസ്ട്രേറ്റർ സിസ്റ്റർ മേഴ്സി ജോൺ അധ്യക്ഷയായി. മുൻ IMA ദേശീയ കോർഡിനേറ്റർ ഡോക്ടർ ശ്രീജിത്ത് മുഖ്യപ്രഭാഷണം നടത്തി. ലൈവ് വാർത്ത അഞ്ചൽ. പുനലൂർ പേപ്പർമിൽ UP സ്കൂളിൽ പൂർവ്വ വിദ്യാർത്ഥി അധ്യാപക സംഗമം മെയ് 6 നടക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ചടങ്ങ് വനംവകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് കെ രാജു ഉദ്ഘാടനം ചെയ്യും. വൈകുന്നേരം 5-ന് സ്കൂൾ അങ്കണത്തിൽ ചേരുന്ന ചടങ്ങ് വനം വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് കെ രാജു ഉദ്ഘാടനം ചെയ്യും. NK പ്രേമേന്ദ്രൻ MP പ്രതിഭകളെ ആദരിക്കും. പുനലൂർ നഗരസഭാ ചെയർമാൻ MA രാജഗോപാൽ മുഖ്യപ്രഭാഷണം നടത്തും. നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സാബു അലക്സ് അധ്യക്ഷനാകും. സ്കൂൾ ഹെഡ് മിസ്ട്രസ് ഗോപികാകുമാരി റിപ്പോർട്ട് അവതരിപ്പിക്കും. നഗരസഭാ വൈസ് ചെയർപേഴ്സൺ കെ പ്രഭ, പ്രതിപക്ഷ നേതാവ് നെൽസൺ സെബാസ്റ്റ്യൻ, കൌൺസിലർമാരായ അംജദ് ബിനു, വിളയിൽ സഫീർ, അബ്ദുൾ റഹീം, R വിനയൻ, പുനലൂർ AEO ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിക്കും. വാർത്താ സമ്മേളനത്തിൽ സംഘാടക സമിതി ചെയർമാൻ സാബു അലക്സ്, ജനറൽ കൺവീനർ J ഡേവിഡ്, PTA പ്രസിഡന്റ് ജയകുമാരി, വൈസ് പ്രസിഡന്റ് നെടുങ്കയൻ നാസർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. BIS 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ എക്സ്ക്ലൂസീവ് ഷോറൂം വിജയകൃഷ്ണ ജുവല്ലേഴ്സ്, കൊട്ടാരക്കര, പുനലൂർ, ചടയമംഗലം. അഞ്ചൽ സെന്റ് ജോസഫ് മിഷൻ ഹോസ്പിറ്റൽ ആതുര സേവനത്തിന്റെ 62ാം വർഷത്തിളക്കത്തിൽ. ചികിത്സ തേടി ഇനി ദൂരേക്ക് പോകേണ്ടതില്ല. മൾട്ടി സ്പെഷ്യാലിറ്റി, സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗത്തിലുള്ള എല്ലാത്തരം രോഗങ്ങൾക്കും പ്രതിവിധി നൽകുന്നു. ഡയാലിസിസ് യൂണിറ്റ്, ബ്ലഡ് ബാങ്ക്, ക്ലിനിക്കൽ ലാബ്, ന്യൂറോ ICU, കാർഡിയക് ICU, സർജിക്കൽ ICU മുതലായ നൂതന സൗകര്യങ്ങളോട് കൂടിയ സെന്റ് ജോസഫ് മിഷൻ ഹോസ്പിറ്റൽ അഞ്ചലിന്റെ ഹൃദയഭാഗത്തായി ശോഭിക്കുന്നു. P. ചന്ദ്രശേഖരൻ നായർ, ഹാർഡ്വെയർ മർച്ചന്റ്, കാരുണ്യ മാർബിൾസ്, ഗ്രാനൈറ്റ്സ് ആൻഡ് വെട്രിഫൈഡ് ടൈൽസ്, കല്ലുംകടവ്, പത്തനാപുരം. ഫോൺ 0475-235-2698. പത്തനാപുരത്തും സമീപ പ്രദേശങ്ങളിലുമുള്ള ജനങ്ങളെ സംതൃപ്തരാക്കിക്കൊണ്ട് ഞങ്ങൾ 24 വർഷങ്ങൾ പിന്നിട്ടിരിക്കുന്നു. ഒരു വീടിനാവശ്യമായ എല്ലാവിധ സാധനങ്ങളും മിതമായ വിലയ്ക്ക് നൽകുന്ന പത്തനാപുരത്തെ ഏക സ്ഥാപനം P. ചന്ദ്രശേഖരൻ നായർ, ഹാർഡ്വെയർ മർച്ചന്റ്. പരിമിതമായ സീറ്റുകളോട് കൂടി പുനലൂർ ഫാത്തിമ പബ്ലിക് സ്കൂളിൽ ഈ വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഞങ്ങളുടെ പ്രത്യേകതകൾ: ഡൊണേഷൻ ഇല്ല, മിതമായ ഫീസ്, തികഞ്ഞ അച്ചടക്കത്തിലൂടെ മൂല്യാധിഷ്ഠിത പഠനം, വിദേശത്തും സ്വദേശത്തും പരിചയം നേടിയ അധ്യാപകർ നയിക്കുന്ന ക്ലാസുകൾ, കമ്പ്യൂട്ടർ, സ്മാർട്ട് ക്ലാസ്, നവീകരിച്ച കിഡ്സ് കോർണർ, പരിസ്ഥിതി സൗഹൃദ വിദ്യാലയം, റെഡ് ക്രോസ്, ഡാൻസ്, കരാട്ടെ, കൌൺസിലിംഗ് ക്ലാസ്, നേതൃപരിശീലന ക്യാമ്പുകൾ, മുതിർന്ന പെൺകുട്ടികളുടെ സുരക്ഷയ്ക്കായി മാതൃസമിതി, പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്കായി റെമഡിയൽ ക്ലാസ് എന്നിവ ഞങ്ങളുടെ മാത്രം പ്രത്യേകതകളാകുന്നു. കൃഷി വികസന പദ്ധതികൾ, ചെസ്, ക്യാരംസ്, റോളർ സ്കേറ്റിംഗ്, ഫുട്ബോൾ, ക്രിക്കറ്റ്, ബാഡ്മിന്റൺ തുടങ്ങി ഇൻഡോർ ആൻഡ് ഔട്ട്ഡോർ ഗെയിം ഫെസിലിറ്റീസ്, ലാബ്, ലൈബ്രറി ഫെസിലിറ്റീസ്, ബസ് ഫെസിലിറ്റീസ് എന്നിവ ലഭ്യമാണ്. അറബി ഭാഷാ പഠനമുള്ള പുനലൂരിലെ ഏക CBSE വിദ്യാലയം ഫാത്തിമ പബ്ലിക് സ്കൂളിൽ ചേർത്ത് നിങ്ങളുടെ കുട്ടികളുടെ ഭാവി ഉറപ്പാക്കൂ. ഫാത്തിമ പബ്ലിക് സ്കൂൾ, പുനലൂർ. ഇനി ബിസിനസ് ന്യൂസ്. പുനലൂർ ശാന്തിഗിരി ആയുർവേദ സിദ്ധവൈദ്യശാലയിൽ ശനിയാഴ്ച സൗജന്യ വൈദ്യപരിശോധനാ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. ക്യാമ്പിൽ പങ്കെടുക്കുന്നവർക്ക് കുറഞ്ഞ നിരക്കിൽ മരുന്നും ലഭ്യമാക്കും. പുനലൂർ മാർക്കറ്റ് ജംഗ്ഷനിലുള്ള ശാന്തിഗിരി ആയുർവേദ ആൻഡ് സിദ്ധി വൈദ്യശാലയിലാണ് സൗജന്യ വൈദ്യപരിശോധനാ ക്യാമ്പ് ശനിയാഴ്ച നടക്കുന്നത്. രാവിലെ 9 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയാണ് ക്യാമ്പ്.
ഡോക്ടർ ശ്രീരാഗ്, ഡോക്ടർ മീരാദിനു എന്നിവർ ക്യാമ്പുകൾക്ക് നേതൃത്വം നൽകും. നടുവേദന, മുട്ടുവേദന, കഴുത്തുവേദന, ഉപ്പൂറ്റുവേദന, സൈനസൈറ്റിസ്, മൈഗ്രെയിൻ, പൈൽസ്, ഫിസ്റ്റുല, ഉദരരോഗങ്ങൾ, സ്ത്രീരോഗങ്ങൾ എന്നിവയ്ക്ക് സൗജന്യ പരിശോധനയും ഡിസ്കൗണ്ടോടുകൂടിയ മരുന്നുകളും ക്യാമ്പിൽ ലഭ്യമാകും. കൂടുതൽ വിവരങ്ങൾക്ക് 9446 851981 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. എല്ലാ ദിവസവും ഡോക്ടറുടെ സേവനം ഇവിടെ ലഭ്യമാണ്. കൂടാതെ നടുവിന് വേദന, കഴുത്തുവേദന, ഉപ്പൂറ്റുവേദന, സ്പോണ്ടലൈറ്റിസ്, പ്രമേഹം, രക്തസമ്മർദ്ദം, ഉദരരോഗങ്ങൾ, പൈൽസ്, ഫിസ്റ്റുല, ഫിഷർ തുടങ്ങിയ രോഗങ്ങൾക്കെല്ലാം സ്പെഷ്യാലിറ്റി ചികിത്സകൾ ഇവിടെ ലഭ്യമാണ്. ഇതിനു വേണ്ടിയെല്ലാം നമ്മൾ വരുന്ന ശനിയാഴ്ച 6-ാം തീയതി രാവിലെ 9 മണി മുതൽ 1 മണി വരെ സൗജന്യ രോഗനിർണയ ക്യാമ്പ് നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. ബിസിനസ് ന്യൂസ് ലൈവ് വാർത്ത. പ്രധാന വാർത്തകളിലൂടെ വീണ്ടും. പോലീസ് സ്റ്റേഷനുകളിൽ സബ് ഇൻസ്പെക്ടർമാർ ഇനി സബ്ബു മാത്രം. സ്റ്റേഷനുകൾ ഭരിക്കാൻ ഇനി സർക്കിൾ ഇൻസ്പെക്ടർമാർ. പ്രതാപം അസ്തമിച്ച് തെന്മല തടി ഡിപ്പോ. അധികൃതരുടെ അനാസ്ഥയിൽ തെന്മല തടി ഡിപ്പോ നാശത്തിന്റെ വക്കിൽ. വൃദ്ധപിതാവിനെ മകളും മരുമകനും ചേർന്ന് ശാരീരികമായും മാനസികമായും പീഡിപ്പിക്കുന്നതായി പരാതി. വയോധികൻ കൊല്ലം റൂറൽ എസ്പിക്ക് പരാതി നൽകി. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും ലൈവ് വാർത്തകൾക്കും സന്ദർശിക്കുക.